അതുകൊണ്ട് യേശു എന്ന് വിളിക്കുമ്പോൾ എന്താണ്? യേശു എന്ന് വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. അതുകൊണ്ടാണ് ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കിയപ്പോൾ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു പാപകരമായ അവസ്ഥയിൽ യേശു എന്ന നാമം വിളിക്കുമ്പോൾ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ അഴിയാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ സമയത്ത് യേശു എന്ന നാമം വിളിക്കുമ്പോൾ യേശുവിന്റെ തകർച്ചകൾ അഴിയാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ രോഗാവസ്ഥയിൽ യേശു എന്ന നാമം വിളിക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും. 5 പ്രത്യേകതകളാണ് യേശുനാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒന്നാമത്തത്, ഇത് ശ്രേഷ്ഠ നാമമായതുകൊണ്ട് തന്നെ ഈ നാമം പറയുമ്പോൾ തന്നെ രക്ഷ പ്രാപിക്കും. യേശുനാമത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഹല്ലേലൂയ. യേശു എന്ന നാമം പറയുമ്പോൾ തന്നെ പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നാമം യേശു എന്ന നാമമാണ്. പിശാചിന് ഏറ്റവും ഭയമുള്ള നാമം യേശു എന്ന നാമമാണ്. രണ്ടാമത്തത് മറിയം എന്ന നാമം. അപ്പോൾ യേശു നാമത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികളെ പൂർണ്ണമായിട്ട് കീഴടക്കാനായിട്ട് പറ്റും. അത് വീണ്ടും പറയണം, മർക്കോസ് 16:17. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, യേശുനാമത്തിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ചങ്കുപൊട്ടി ഈശോയെ വിളിക്കാൻ പറ്റാതിരിക്കുക. ഈശോ വിളിക്കാതിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വെളിപ്പെടുത്തിയ നാമമാണ് യേശു എന്ന നാമം. അതുകൊണ്ട് ഈ നാമത്തെ, യേശുവിനെ നിരന്തരമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിനെ ഉള്ളു തുറന്ന് മഹത്വപ്പെടുത്തുക. യേശു എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്റെ വിളിയിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, നിന്റെ വിളിയിൽ ദാഹം ഉണ്ടെങ്കിൽ, ആ യേശു എന്ന വിളി തന്നെ നിനക്ക് ഉത്തരം നൽകിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ യേശുനാമത്തിന്റെ അത്ഭുത ശക്തി മനസ്സിലാക്കാനായിട്ട് നിനക്കിടയാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 1:21, ലൂക്കായുടെ സുവിശേഷം 1:31 യേശു എന്ന പേര് ദൈവം നൽകിയിരിക്കുന്നതാണ്. ദൈവം വിളിക്കപ്പെടാനായിട്ട് നൽകിയിരിക്കുന്നതാണ്. ദൈവം മാലാഖയിലൂടെ പറയാണ്, യോസേപ്പ് പിതാവിനോട് പറയാണ്, നീ അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തന്നെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വീണ്ടും മറിയത്തോട് പറയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. ഈ പേര് ദൈവം മനുഷ്യർക്ക് വിശുദ്ധിയോടുകൂടി വിളിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന നാമമാണ്. അതുകൊണ്ട് യേശു എന്ന് വിളിക്കുമ്പോൾ എന്താണ്? യേശു എന്ന് വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. അതുകൊണ്ടാണ് ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കിയപ്പോൾ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു പാപകരമായ അവസ്ഥയിൽ യേശു എന്ന നാമം വിളിക്കുമ്പോൾ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ അഴിയാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ സമയത്ത് യേശു എന്ന നാമം വിളിക്കുമ്പോൾ യേശുവിന്റെ തകർച്ചകൾ അഴിയാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ രോഗാവസ്ഥയിൽ യേശു എന്ന നാമം വിളിക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം, യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം, യേശു യേശു എന്ന് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് യേശു എന്ന് വിളിക്കപ്പെടാൻ കാരണം? എങ്ങനെയാണ് വിളിക്കപ്പെടേണ്ടത്? റോമാലേഖനം 10:9 തിരുവചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉറപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ പറയാണ്, യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയണം. അതുകൊണ്ട് ഈ ഒരു യേശുവിനെ വിളിക്കുമ്പോൾ ഉണ്ടാകേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദരം കൊണ്ട് പറയണം. രണ്ടാമത്തത്, ഹൃദയത്തിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ വിളിക്കുമ്പോൾ, അതിരം തുറന്ന് വാ തുറന്ന് സ്വരമുയർത്തി ഈശോയെ വിളിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് ഈശോയെ വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിന്റെ അത്ഭുത ശക്തി നിനക്ക് വെളിപ്പെടും. അതുകൊണ്ട് ഈ യേശുനാമത്തിന് വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ, അതിൽ ബർത്തിമേയുസ് യേശുവിനെ വിശ്വാസത്തോടെ വിളിക്കുമ്പോഴാണ്, യേശുവെ ദൈവപുത്രന്റെ കന്യകനെന്ന് വിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത്. പത്രോസ് യേശുവിനെ വിളിക്കുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുമ്പോൾ തന്നെ യേശു ശിമയോൻ പത്രോസിനോട് പറയാണ്, നീ ഭാഗ്യവാനാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, നീ ഭൂമി കെട്ടുന്നതല്ല. അപ്പോൾ അത്രമാത്രം ശക്തമായ ഒരു അഭിഷേകമാണ് യേശു നാമം പറയുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് യേശു എന്ന് നീ വിശ്വാസത്തോടെ ഇത് പറഞ്ഞേ, യേശു എന്ന് അതരം കൊണ്ട് പറഞ്ഞേ, അടയാളങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, 5 തരത്തിലുള്ള 5 പ്രത്യേകതകളാണ് യേശുനാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒന്നാമത്തത്, ഇത് ശ്രേഷ്ഠ നാമമായതുകൊണ്ട് തന്നെ ഈ നാമം പറയുമ്പോൾ തന്നെ രക്ഷ പ്രാപിക്കും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:9 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ഈ നാമത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി, യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും എല്ലാ നാവുകളും മുട്ടുമടക്കുന്ന വചനമാണ്. അതാണ് റോമാലേഖനം 14:31 പറയുന്നുണ്ട്, എല്ലാവരും അവിടുത്തെ മുമ്പിൽ മുട്ടുമടക്കും.
എല്ലാ നാവും മുട്ടുമടക്കുന്ന ഒരു നാമമാണ് യേശു എന്ന നാമം. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹെബ്രായ ലേഖനം 1:4, അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായതുപോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠമാണ്. യേശു എന്ന നാമം പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാമത്തെ നീ വിളിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ നാമത്തെ വിളിക്കുകയാണ്. ആ നാമം വിളിക്കുമ്പോൾ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമമില്ല. നീ രക്ഷ പ്രാപിക്കുന്നത് ഈ നാമം ഏറ്റുപറയുമ്പോഴാണ്. വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ യേശു എന്ന് വിളിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കാൻ തുടങ്ങും. റോമലേഖനം 10:13, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു നാമം വിശുദ്ധിയോടെ പറയണം. അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ നാമം വിശുദ്ധിയോടെ ഏറ്റുപറയുമ്പോൾ, ഈ നാമം വിശുദ്ധിയോടുകൂടി നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, ഈ നാമത്തിന് വില കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് യേശു എന്ന നാമം. രണ്ടാമത്തത് സൗഖ്യം പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ നാമത്തില് പത്രോസും യോഹന്നാനും മുടന്തനായവനെ സുഖപ്പെടുത്തുന്നുണ്ട്. സ്വർണമോ 3:5 വായിക്കുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ആ സമയം തന്നെ അവന് സൗഖ്യം കിട്ടി. അപ്പോൾ ഈ നാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്, യേശു നാമം വിശ്വാസത്തോടെ പറയുമ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കും. അതുകൊണ്ടാണ് വീണ്ടും 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തില് അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് ഈ മനുഷ്യന് സൗഖ്യം നൽകിയത്. അപ്പൊ യേശു നാമം സൗഖ്യം നൽകുന്ന ഒരു വചനമാണ്, സൗഖ്യം നൽകുന്ന ഒരു വചനമാണ്. അതുകൊണ്ട് വീണ്ടും ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തില് ശതാധിപൻ പറയുന്നുണ്ട്, അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അപ്പൊ ആ നാമത്തിനൊരു ശക്തിയുണ്ട്. യേശു എന്ന നാമത്തിന്റെ ശക്തിയാണ് അത്. ആ നാമം പറയുമ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, രോഗികളായിട്ടുള്ളവര് യേശുവേന്ന് ശക്തമായിട്ടൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. രോഗാവസ്ഥയിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. സൗഖ്യശക്തി വ്യാപരിക്കും. മൂന്നാമത്തത്, യേശുനാമത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൈശാചിക ശക്തി, അതുകൊണ്ടാണ് ഈശോ വചനം പ്രസംഗിക്കുമ്പോൾ സിനഗോഗിൽ നിന്ന് പിശാച് ബാധിതൻ അലറി വിളിക്കുക. കാരണം ആ നാമത്തിന് പവറുണ്ട്. ലഗ്യോൻ ആവേശിച്ച മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പോൾ ഈ ഒരു പൈശാചിക, മത്തായിയുടെ സുവിശേഷം അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 16-ാം അധ്യായത്തില് ഈ ഭാവി ബലം പറയുന്ന ഒരു അടിമ പെൺകുട്ടിയുണ്ട്. അവള് പൗലോസിനെ അസഹ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ് യേശുവിന്റെ നാമത്തിൽ ഈ സ്ത്രീയിലെ പിശാചിനെ ബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ഈ പിശാച് വിട്ടുപോവുകയാണ്. അപ്പൊ യേശു നാമത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. 16-18 അപ്പോസ്തല പ്രവർത്തനം 16-18 അവളിലെ ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു. അപ്പൊ യേശുവിന്റെ നാമത്തിന് പൈശാചിക ശക്തികളെ കീഴടക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ യേശു നാമം പറയുമ്പോൾ തന്നെ പിശാച് നിലവിളിക്കും. അതാണ് 72 പേരും യേശുവിന്റെ നാമത്തിൽ പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും കീഴടങ്ങി. യേശു എന്ന നാമം പറയുമ്പോൾ തന്നെ പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നാമം യേശു എന്ന നാമമാണ്. പിശാചിന് ഏറ്റവും ഭയമുള്ള നാമം യേശു എന്ന നാമമാണ്. രണ്ടാമത്തത് മറിയം എന്ന നാമം. അപ്പോൾ യേശു നാമത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികളെ പൂർണ്ണമായിട്ട് കീഴടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വീണ്ടും പറയണം, മർക്കോസ് 16-17 വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഒരു പൈശാചിക ശക്തി വിട്ടുപോകാൻ ഏറ്റവും ശ്രേഷ്ഠമായ ശക്തമായ നാമം യേശു എന്ന നാമമാണ്. വീണ്ടും പറയാണ്, യേശു നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. മത്തായി 16:16 നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. മത്തായി 18:10 നിങ്ങൾ ഈ ഭൂമി ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:23 ആ നാമത്തിന്റെ ശക്തിയാൽ ഏതെങ്കിലും തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ യേശു നാമത്തിന് ആ പ്രതിബന്ധങ്ങളെ തകർക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ശക്തിയാൽ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് 5-ാമത്, അവിടെ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് യേശുനാമം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഏത് അപകടകരമായ സാഹചര്യത്തിലും ചങ്കുപൊട്ടി ഈശോയെ വിളിച്ചാൽ മതി, നിന്നെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങും. അവൻ നിന്നെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങും. കർത്താവിൻ്റെ നാമം, സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്,
നീതിമാന്മാർ ഓടിക്കയറുന്നു, സുരക്ഷിതമായിട്ട് കഴിയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. അതുകൊണ്ട് അച്ഛൻ 5 പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, യേശുനാമത്തിൻ്റെ ശക്തിയാൽ രക്ഷ പ്രാപിക്കും, യേശുനാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കും, യേശുനാമത്തിൻ്റെ ശക്തിയാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും, യേശുനാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങൾ വഴിയും, യേശുനാമത്തിൻ്റെ ശക്തിയാൽ നമ്മൾ സംരക്ഷണം നേടും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മുറുകെ വിളിക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.